ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഡ്ഡലിയും സാമ്പാറും തയ്യാറാക്കാം. ഇത് വളരെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്, പിന്നെ ഒരു സ്പെഷ്യൽ സാമ്പാറുമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇഡ്ഡലി എങ്ങനെയാണ് ആദ്യം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇഡ്ഡലി തയ്യാറാക്കാനായി ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചരിയുടെ നേർപകുതി 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. രണ്ടും സെപ്പറേറ്റ് ബൗളിലിട്ട് നമുക്കൊന്ന് കുതിർത്തിയെടുക്കാം. കുതിർത്തുന്നതിന് മുമ്പ് അരിയും ഉഴുന്നും നന്നായി കഴുകിയെടുത്തിട്ട് കുതിർത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കുതിർത്തി കഴുകുമ്പോൾ ഉഴുന്നിൻ്റെയൊക്കെ ന്യൂട്രിയൻസ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നന്നായി കഴുകിയെടുത്തതിന് ശേഷം മാത്രം നല്ല വെള്ളം ഉപയോഗിച്ച് നമുക്ക് കുതിർത്തിയിടാം. അപ്പോൾ ആ വെള്ളം കൂടി കൂട്ടി അരച്ചെടുക്കുകയും ചെയ്യാം. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് മുങ്ങിക്കിടക്കുന്നതിന് ആവശ്യമായിട്ട്. ഇനി അരയ്ക്കുന്ന സമയത്ത് ഇത് കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് ഇതിന്ന് അവോയ്ഡ് ചെയ്യാം. ഇനി ഇതൊന്ന് കുതിരാനായിട്ട് ഒരു 3-4 മണിക്കൂർ വയ്ക്കാം. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരിയും ഉഴുന്നും നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്. കൂടുതലുണ്ടായിരുന്ന കുറച്ച് വെള്ളം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അരി ഉഴുന്നും നികന്ന് കിടക്കുന്നതിന് ആവശ്യമായ വെള്ളം മാത്രം നമ്മൾ അതിനകത്ത് ബാലൻസ് വെച്ചാൽ മതി. ബാക്കി കുറച്ച് ഊറ്റിക്കളയാം. ഇനി പച്ചരിയുടെ കൂടെ തന്നെ ഉഴുന്നരയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം പച്ചരി പെട്ടെന്ന് അരഞ്ഞു വരാൻ ഉഴുന്നും കൂടി ചേർക്കുന്നതാണ് നല്ലത്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോറ് കൂടി ചേർക്കാം. ചോറ് ചേർക്കുമ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റായി വരും. പിന്നെ ഈ അരയ്ക്കുന്ന സമയത്ത് മാവിലേക്ക് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് അരയ്ക്കാം. പിന്നെ മാവ് മിക്സ് ചെയ്ത് കുഴച്ച് വയ്ക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഞാൻ അരച്ച് വയ്ക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർക്കാറുണ്ട്. ഇനി നമുക്കിത് വളരെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇഡ്ഡലി ആകുമ്പോൾ കുറച്ച് തരികളുണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു പരുവത്തിൽ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് നന്നായിട്ട് അരച്ചെടുക്കാം. അരിയുടെയും ഉഴുന്നിൻ്റെയൊക്കെ മുകളിൽ ഇങ്ങനെ നികന്ന് കിടക്കുന്ന രീതിയിലുള്ള വെള്ളം നമ്മൾ എടുത്താലും ഈ ഒരു അളവിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് സ്പൂൺ കൊണ്ട് ഇളക്കുന്നതിനെ കഴിഞ്ഞ് നല്ലത് കൈകൊണ്ട് കുഴച്ച് വയ്ക്കുകയായിരിക്കും പുളിക്കാനായിട്ട് എളുപ്പം. അപ്പോൾ സ്പൂൺ കൊണ്ട് ഇളക്കിയാലും കൈ കൊണ്ടൊന്ന് വെറുതെ ഒന്ന് കുഴച്ച് വയ്ക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവർനൈറ്റ് ഫെർമെൻറ്റേഷന് വയ്ക്കാം. ഇപ്പോൾ രാവിലെ 6 മണി ആയിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ ഈ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ മാവ് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇഡ്ഡലി വളരെ സോഫ്റ്റ് ആയിരിക്കുമെന്ന്. കാരണം അത്ര ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസി ഇഡ്ഡലിക്ക് കുഴപ്പമില്ല. ദോശയ്ക്കാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കണം ഈ സമയത്ത്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇഡ്ഡലി തട്ടിലെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം അതിലേക്കൊരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തൊന്ന് പുരട്ടിയെടുക്കാം. വെളിച്ചെണ്ണ പുരട്ടിയാൽ നമുക്ക് ഇഡ്ഡലിയൊക്കെ ഇതിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ പുരട്ടിയാൽ നല്ലതാണ്. ഈ സമയത്ത് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി വെളിച്ചെണ്ണ പുരട്ടിയ തട്ടിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇഡ്ഡലി ഒഴിക്കുന്ന സമയത്ത് അധികം പൊങ്ങി വരുന്ന രീതിയിൽ ഒഴിക്കരുത്. ഇങ്ങനെ കുറച്ച് പരന്ന് വന്ന അളവിൽ ഒഴിച്ചാൽ മതി. ഇനിയിപ്പോൾ വെന്ത് വരുന്ന സമയത്ത് കുറച്ചുകൂടി പൊങ്ങി വരും. അങ്ങനെ 2 തട്ടിലും ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
നമ്മുടെ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. കുറച്ച് സമയം തണുക്കാനായിട്ട് വെക്കണം. തണുക്കുന്നതിന് മുമ്പ് തന്നെ ഉടനെ തന്നെ ഈ തട്ടിൽ നിന്ന് ഇങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ ചിലപ്പോൾ ഇഡ്ഡലിയുടെ അടിവശമൊക്കെ ഇങ്ങനെ ഒട്ടിപ്പോവുകയോ ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പാടായിട്ട് തോന്നും. അപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഇങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാൻ ഒരെണ്ണം കൈകൊണ്ട് തന്നെ എടുത്ത് കാണിക്കാം. കണ്ടോ, കൈകൊണ്ട് എടുക്കുമ്പോൾ വളരെ ഈസിയാണ്. നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് സൈഡൊന്ന് വിടിയിച്ചെടുത്തിട്ട് അങ്ങ് പൊക്കിയെടുത്താൽ തന്നെ പോരും. അതിൻ്റെ അടിവശമൊക്കെ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. വളരെ സോഫ്റ്റായിട്ട് നമ്മുടെ സൂപ്പർ ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ ഇഡ്ഡലിക്ക് നമ്മളൊരു സൈഡ് ഡിഷ് തയ്യാറാക്കുന്നത് നമ്മുടെ അടിപൊളി സാമ്പാറാണ്. ഇതൊരു സ്പെഷ്യൽ സാമ്പാറാണ്. നമ്മുടെ സാധാരണ ഉണ്ടാക്കുന്ന സാമ്പാറല്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കുന്ന സാമ്പാറാണ്. ഇതിൻ്റെ പേര് കിള്ളി സാമ്പാർ, കിള്ളി പോട്ട സാമ്പാർ എന്നൊക്കെ പറയും. തമിഴ്നാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുകയെന്ന്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. പരിപ്പും ചുവന്നുള്ളിയും തക്കാളിയൊക്കെ വെച്ചുണ്ടാക്കുന്ന വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സാമ്പാറാണിത്. ഇതിനകത്ത് വറ്റൽമുളകാണ് നമ്മൾ എരിവിനായിട്ട് കൂടുതൽ ചേർക്കുക. അതിന് സാമ്പാറിനേക്ക് ആവശ്യത്തിന് 1/2 കപ്പ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. തൂരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് എന്ന് പറയും. പിന്നെ ഒരു 10-15 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 6-7 വറ്റൽമുളക്, 2 തക്കാളി, ഇത്രേ ആവശ്യമുള്ളൂ. ഇനി ബാക്കി പൊടികളൊക്കെ നമ്മളൊക്കെ കറി വയ്ക്കുന്ന സമയത്ത് ഞാൻ പറയാം അളവുകൾ. പിന്നെ ഇതിനകത്ത് ഈ വറ്റൽമുളക് ഇങ്ങനെ പൊട്ടിച്ച് അങ്ങനെ മുറിച്ച് ചേർക്കുന്നത് കൊണ്ടാണ് ഇതിന് കിള്ളി പോട്ട സാമ്പാർ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം പരിപ്പൊന്ന് കഴുകി കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പിന് വേകുന്നതിന് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് പരിപ്പ് വേവിച്ചെടുക്കാം. ഈ വെളിച്ചെണ്ണ ചേർക്കുന്നത് നമ്മൾ ഈ കുക്കറിൻ്റെ വിസിൽ പോകുന്ന സമയത്ത് ഈ പരിപ്പിങ്ങനെ പരിപ്പും വെള്ളവും കൂടി തിളച്ച് പുറത്തേക്ക് പോകാതിരിക്കാനാണ് ഇങ്ങനെ എണ്ണ ചേർക്കുന്നത്. പിന്നെ ഇപ്പോൾ പരിപ്പ് വേകുന്നതിൻ്റെ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ച് എമൗണ്ടിലേ പരിപ്പുള്ളൂ, അതുകൊണ്ട് ഒരു 5-6 വിസിലെങ്കിലും കേട്ടാലേ നന്നായിട്ട് വെന്ത് വരുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് തക്കാളിയും ചുവന്നുള്ളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളി നമുക്ക് സാമ്പാറിന് അരിയുന്ന പോലെ തന്നെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നീളത്തിൽ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം, കാരണം ഇത് വെന്തുടഞ്ഞു പോകാനുള്ളതാണ്. അപ്പോൾ ഏത് വലുപ്പത്തിലായാലും പ്രശ്നമില്ല. ഇനി നമുക്ക് വലിയ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നെടുകെ ഒന്ന് കീറി കൊടുത്താൽ മതി. വളരെ ചെറുതൊന്നും ആക്കേണ്ട ഒരാവശ്യമില്ല. ഇത് നമ്മൾ വഴറ്റുന്ന സമയത്തും പിന്നെ കറിയിൽ കിടന്ന് വേവുന്ന സമയത്തൊക്കെ നന്നായിട്ട് വെന്ത് വരും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം വാളംപുളി കൂടി ചേർത്ത് കൊടുക്കാം. വാളംപുളി വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുക്കാം. ഈ പുളിക്ക് നല്ല പുളിരസമുണ്ട്, അത് കാരണം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ 6 വിസിൽ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തവി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു പാനിലേക്ക് പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റുന്നതിന് ആവശ്യമായിട്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ചേർക്കാം. ഞാൻ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക്, ഒരു നുള്ള് ഉലുവ ചേർക്കുക. ഉലുവ കൂടി പോകരുത്, കറിക്കൊരു കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് ഒരു നുള്ള് മതിയാവും. ഉലുവയും കടുകും പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം.
പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് വഴന്നു വന്നു കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഒത്തിരി ജോലിയുടെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഈ വഴറ്റുന്നതിൻ്റെയും തക്കാളി വേകുന്നതിൻ്റെയും ഒരു സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. തക്കാളി വേവാൻ ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് പൊടികളുടെ മാത്രം ആവശ്യമുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർക്കാം. 2 നുള്ളു കായം ചേർക്കാം. ഇത്രേ ആവശ്യമുള്ളൂ. അധികം വേറെ മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ വറ്റൽമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ആവശ്യത്തിന് എരിവും ഉണ്ടാവും. ഇനി എരിവ് കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ വറ്റൽമുളക് വേണേലും ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് എരിവിലേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സാമ്പാറിന് ചാറൊന്നും ആയിട്ടില്ല. നല്ലപോലെ വെള്ളം ചേർക്കേണ്ടതുണ്ട്. ആദ്യം ഈ മസാലയും പിന്നെ പരിപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. പുളിവെള്ളത്തിൻ്റെയും കൂടി അളവ് നോക്കിയതിന് ശേഷം കറിയിലേക്ക് എത്ര വെള്ളം വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. കുറച്ച് ലൂസായിട്ടിരിക്കണം. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റുന്ന ഒരു പരുവത്തിലുണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതലുള്ളതാണ് നല്ലത്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അത് നമ്മൾ പരിപ്പ് വേവിച്ച ആ കുക്കറിൽ തന്നെ വെള്ളം ഒഴിച്ച് കലക്കി ഇങ്ങെടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. പരിപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കുറുകി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതനുസരിച്ച് വെള്ളം ചേർക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും പുളിയും ഒക്കെ ഒന്നോടെ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ പരിപ്പിലേക്ക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറാം. ഇനി നമുക്ക് കറി ഒരു 10-15 മിനിറ്റ് മൂടി വയ്ക്കണം. അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസായി വരാൻ. 10-15 മിനിറ്റിന് ശേഷം കറി ഞാനിവിടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ സൂപ്പർ ഇഡ്ലി സാമ്പാർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.